പ്രിയ വിദ്യാർത്ഥികളെ, എക്സൽ ട്യൂട്ടോറിയൽസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വേൾഡ് വാർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മ ഉണ്ടാവും, ടെക്സ്റ്റൊക്കെ വായിച്ച് കാണും, പഠിപ്പിച്ചതുവരെയുള്ള ഭാഗം നോക്കി കാണും. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസസ് നമ്മൾ പഠിച്ചത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് മെയിനായിട്ട് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് വേൾഡ് വാറിൽ ഫോം ചെയ്ത 2 മിലിറ്ററി അലയൻസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ട്രിപ്പിൾ അലയൻസസും ട്രിപ്പിൾ എൻഡന്റെയും, അല്ലെ? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ മറ്റൊന്നു കൂടി പഠിച്ചു. എന്താണ്? നമ്മുടെ ഈ നാഷണലിസത്തെ ബേസ് ചെയ്ത് ഫസ്റ്റ് വേൾഡ് വാറിൽ ഫ്ലറിഷ് ചെയ്ത ഒരു നാഷണലിസം എന്ന് പറയുന്നത് ഏതാണ്? ഏത് നാഷണലിസം? 2 നാഷണലിസം ഉണ്ട്, അല്ലെ? അഗ്രസീവ് നാഷണലിസം ആൻഡ് ഡിഫെൻസീവ് നാഷണലിസം. ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അഗ്രസീവ് നാഷണലിസമാണ്. അപ്പൊ ആ നാഷണലിസം ബേസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്തെടുത്ത ചില മൂവ്മെന്റ്സുകൾ നമ്മൾ പറഞ്ഞു. പാൻ സ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, റിവെഞ്ച് മൂവ്മെന്റ്, പ്രതികാര പ്രസ്ഥാനം. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ പറയാം, കാരണം ഇത് കൂടുതലും ടെക്സ്റ്റ് ബേസ് ചെയ്താണ് ഞാൻ ഇത് പഠിപ്പിച്ചു പോകുന്നത്. നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് കൂടുതലായിട്ട് പോകുന്നത്. അടുത്ത നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പഠിച്ചു ഈ യൂറോപ്യൻ കൺട്രീസിലെ ഈ ഇമ്പീരിയലിസ്റ്റ് റൈവലറി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ക്രൈസിസ് ഫോം ചെയ്യുന്നതിന് കാരണമായി, അല്ലെ? കാരണം എന്താ? ഈ ഇമ്പീരിയലിസ്റ്റ് റൈവലറി, അതായത് സാമ്രാജ്യത്വപരമായ ഈ ശത്രുത യൂറോപ്യൻ നേഷൻസിൽ എന്തുണ്ടാക്കി? ഒരു ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്, സാമ്രാജ്യത്വ പ്രതിസന്ധിക്ക് കാരണമായി. അപ്പോൾ ആ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്, മേജർ ആയിട്ടുള്ള 2 ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ യൂറോപ്യൻ കോണ്ടിനെന്റിൽ ഫോം ചെയ്ത മേജർ ആയിട്ടുള്ള 2 ക്രൈസിസ് ഏതൊക്കെയാണ്? നമ്പർ 1 മൊറോക്കൻ ക്രൈസിസ്, മൊറോക്കൻ പ്രതിസന്ധി. അന്താരാഷ്ട്ര രംഗത്തുണ്ടാക്കിയ 2 പ്രതിസന്ധികൾ. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? മൊറോക്കൻ ക്രൈസിസ്. മൊറോക്കൻ ക്രൈസിസ് എന്താ? മൊറോക്കൻ ക്രൈസിസ് മീൻസ് പ്രതിസന്ധി. നമ്പർ 2 ബാൾക്കൻ ക്രൈസിസ്, ബാൾക്കൻ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ നേഷൻസ് തമ്മിലുള്ള ഒരു ഇമ്പീരിയലിസ്റ്റ് റൈവലറി, ശത്രുത ഇൻക്രീസ് ചെയ്ത 2 ഇഷ്യൂസ് ആണ്. അപ്പൊ ആ നേഷൻസ് തമ്മിലുള്ള റൈവലറി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം നമ്മൾ പറയാം. അപ്പൊ എന്താണ് മൊറോക്കൻ ക്രൈസിസ്, എന്താണ് ബാൾക്കൻ ക്രൈസിസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ ടെക്സ്റ്റിനകത്ത് ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ആർ ദി ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ഒറിജിനേറ്റഡ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ ഒറിജിനേറ്റ് ചെയ്ത ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് 2 എഴുതണം. ഏതൊക്കെ എഴുതും? മൊറോക്കൻ ക്രൈസിസും ബാൾക്കൻ ക്രൈസിസും എഴുതും. അപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 എന്ത് ചെയ്തു? 2 നമ്മുടെ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു. ഏത് ഗ്രൂപ്പുകൾ? മിലിറ്ററി അലയൻസസിനെ കുറിച്ച്. ഏതൊക്കെയാണ്? 2 മിലിറ്ററി അലയൻസസ്. ഏതൊക്കെ? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ട്രിപ്പിൾ അലയൻസസ് ആൻഡ് ട്രിപ്പിൾ എൻഡന്റ്. ട്രിപ്പിൾ അലയൻസസിലെ മെമ്പേഴ്സ് മറക്കണ്ട. ട്രിപ്പിൾ അലയൻസസിൽ ആരൊക്കെയായിരുന്നു? ജർമ്മനി, ഇറ്റലി ആൻഡ് ഓസ്ട്രിയ ഹംഗറി. അപ്പൊ ഈ ഗ്രൂപ്പിനെ ഓർമ്മിച്ചാൽ മാത്രമേ ഇനി പഠിക്കുമ്പോൾ ഈ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ റൈവലറീസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ഹംഗറിയാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത് ഏതൊക്കെ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ട്രിപ്പിൾ എൻഡന്റ് ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർമ്മിച്ചു വെച്ചേക്കണം, എങ്കിലേ അത് നമുക്ക് മുന്നോട്ട് അത് പഠിക്കുമ്പോൾ ഓർമ്മ വരും. ഏതൊക്കെയാണ്? ഫസ്റ്റിൽ നമുക്ക് ഓർമ്മിക്കേണ്ടത് ത്രികക്ഷി സൗഹാർദ്ദം. ജർമ്മനി നമ്പർ 1, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ,
ഹംഗറി, ഓസ്ട്രിയ ഹംഗറി, ഒറ്റ നേഷനാണ് ഹംഗറി. ഇതാണ് ട്രിപ്പിൾ അലയൻസസ്. നമ്പർ 2 ഏതാ? ട്രിപ്പിൾ എൻഡന്റ്. അല്ലെ ഏതൊക്കെ? ബ്രിട്ടൻ, റഷ്യ, പിന്നെ ഫ്രാൻസ്. അപ്പൊ ഈ നേഷൻസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഏതൊക്കെ? ട്രിപ്പിൾ അലയൻസസ്: ജർമ്മനി, ഇറ്റലി ആൻഡ് ഓസ്ട്രിയ, ഹംഗറി. ട്രിപ്പിൾ എൻഡന്റ്: ബ്രിട്ടൻ, റഷ്യ ആൻഡ് ഫ്രാൻസ്. അപ്പൊ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ആദ്യമേ പഠിച്ചു എന്താ? ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ആണ്. ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് എന്ന് വെച്ചാൽ സാമ്രാജ്യത്വ പ്രതിസന്ധിയാണ്. അപ്പൊ എന്താണ് ബാൾക്കൻ, എന്താണ് മൊറോക്കൻ ക്രൈസിസ്? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊറോക്കൻ ക്രൈസിസിനെ കുറിച്ചാണ്. ഇപ്പൊ നിങ്ങളെ ടെക്സ്റ്റിൽ ഒരു ബോക്സിനകത്ത് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി, കാണാതെ പഠിക്കാൻ നിൽക്കേണ്ടത് കാര്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ജസ്റ്റ് മൊറോക്കൻ ക്രൈസിസ് എന്താണ് പറയാൻ പോകുന്നത്. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. ഞാൻ എഴുതിയിട്ടുണ്ട് 1904. 1904 ഈ ട്രിപ്പിൾ എൻഡന്റയില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ട് നേഷൻസ് ആണ് ബ്രിട്ടനും ഫ്രാൻസും. ഈ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ എന്ത് ചെയ്തു? എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. 1904 ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഒരു രഹസ്യ സന്ധി ഒപ്പുവെച്ചു. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിലെ മെമ്പർ തന്നെയാണ്. എന്താ ആ ട്രീറ്റിയിൽ വരുന്ന കണ്ടന്റ് എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ദിസ് ബ്രിട്ടൻ റിക്കഗ്നൈസ് ദി ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ആഫ്രിക്കൻ രാജ്യമാണ് ഈ മൊറോക്കോ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചത് ആഫ്രിക്കയെ കുറിച്ചാണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ നേഷൻസിനെ വളരെ ഈസി ആയിട്ടാണ് ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പൊ അതിൽ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് ആര്? ഈ മൊറോക്കോ. ഈ മൊറോക്കോയുടെ മേലിൽ ആർക്ക്? ഫ്രാൻസിന് ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ഫ്രാൻസിന് ആര് വേണം? മൊറോക്കോ വേണം. അപ്പൊ ആ മൊറോക്കോയ്ക്കുടെ ആഗ്രഹം ആര് അംഗീകരിച്ചു കൊടുത്തു? ബ്രിട്ടൻ അംഗീകരിച്ചു കൊടുത്തു. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി ബ്രിട്ടൻ റിക്കഗ്നൈസ്ഡ് ദി ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിന്റെ എന്താ അവകാശവാദം ആര് അംഗീകരിച്ചു കൊടുത്തു? ബ്രിട്ടൻ അംഗീകരിച്ചു, രഹസ്യമായിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പോ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു ആഫ്രിക്കൻ നേഷൻസിനെ ഡിവൈഡ് ചെയ്തത് ഈ നേഷൻസ് എല്ലാം കൂടെ വളരെ ഈസി ആയിട്ട് നമ്മൾ പറയാല്ലേ, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വീതിച്ചെടുത്തു കൊണ്ടുപോയതാണ് ആഫ്രിക്കയിൽ. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഈ ട്രിപ്പിൾ അലയൻസസിലെ നേഷൻസ് അറിയാതെയാണ് ബ്രിട്ടനും ഫ്രാൻസും കൂടി ഒരു സീക്രട്ട് ട്രീറ്റി അവിടെ സൈൻ ചെയ്യുന്നത്. ആ സീക്രട്ട് ട്രീറ്റിയുടെ ബേസിൽ എന്ത് ചെയ്തു? മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രി ആർക്ക് കിട്ടി? ഫ്രാൻസിന് കിട്ടി. അതിനാര് സപ്പോർട്ട് ചെയ്തു? ബ്രിട്ടൻ സപ്പോർട്ട് ചെയ്തു. ദ ഫ്രഞ്ച് ക്ലെയിം ഓവർ മൊറോക്കോ വാസ് ഒപ്പോസ്ഡ് ബൈ ജർമ്മനി. അപ്പോ ഈ ഫ്രാൻസിന്റെ ഈ മൊറോക്കോയുടെ മേലുള്ള ക്ലെയിം അവകാശവാദത്തെ ആര് ഒപ്പോസ് ചെയ്തു? ഇത് അറിഞ്ഞ ജർമ്മനി അതിനെ എതിർക്കുക മാത്രമല്ല പിന്നെ ചെയ്തത് എന്ത് ചെയ്തു? വിച്ച് സെൻഡ് ബാറ്റിൽ ഷിപ്പ് ടു മൊറോക്കൻ പോർട്ട് അഗഡയർ. എന്ത് ചെയ്തു? മൊറോക്കൻ തുറമുഖമായ അഗഡയറിലേക്ക് ഒരു യുദ്ധമുഖം തുറക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ജർമ്മനിക്ക് മൊറോക്കയെ ആഗ്രഹിച്ചിരുന്നു. മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രി ക്യാപ്ചർ ചെയ്യാൻ ആർക്ക്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവിടെ ഒരു മൊറോക്കോ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ എന്ത് ചെയ്യുന്നു? സാമ്രാജ്യത്വ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് എപ്പോഴും മെജോറിറ്റി എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന പ്രൊവിൻസസ് മാത്രമാണ്. അപ്പൊ മൊറോക്കോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഫ്രാൻസിന്റെ ആ ക്ലെയിമിനെ ആര് സപ്പോർട്ട് ചെയ്തത്? ബ്രിട്ടൻ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ മൊറോക്കോ അതിനു മുമ്പ് ആഗ്രഹിച്ചത് ആരായിരുന്നു? ജർമ്മനി ആയിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ജർമ്മനി അതിനെ ഒപ്പോസ് ചെയ്യുകയും മാത്രമല്ല മൊറോക്കൻ പോർട്ടായ അഗഡറിലേക്ക് എന്ത് ചെയ്തു? ഒരു ബാറ്റിൽ ഷിപ്പ് ഫോം ചെയ്യുകയും ചെയ്തു. ഒരു യുദ്ധമുഖം തുറക്കുകയും ചെയ്തു. ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി ആൻഡ് ജർമ്മനി അഗ്രീഡ് ടു കൺസീഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. അവസാനം ഒരു ഒത്തുതീർപ്പ് വന്നു. അതെന്താ? ഒരു ടെമ്പററി അവസാനം പറയുന്നുണ്ട് അല്ലേ? ദസ് ദി
പ്രോബ്ലം വാസ് സോൾവ്ഡ് ടെമ്പററിലി, ഹൗഎവർ their rivalry continued. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ഇന്റർനാഷണൽ ക്രൈസിസ് ആയിട്ട് മാറി. മൊറോക്കോ എന്ന് പറയുന്ന പ്രോവിൻസസിന് വേണ്ടി ട്രിപ്പിൾ അലയൻസസിലെയും ട്രിപ്പിൾ എൻഡന്റയിലെയും ത്രികക്ഷി സഖ്യത്തിലെയും ത്രികക്ഷി സൗഹാർദ്ദത്തിലെയും രാജ്യങ്ങൾ തമ്മിൽ മൊറോക്കോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? അടികൂടാൻ തുടങ്ങി. ഇപ്പൊ മൊറോക്കോ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഫ്രാൻസാണ്. അപ്പൊ മൊറോക്കോയുടെ ക്ലെയിമിനെ ഒപ്പോസ് ചെയ്തു ആര്? ജർമ്മനി. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് ടെമ്പററി ആയിട്ട് എന്ത് ചെയ്തു? ആ പ്രോബ്ലം സോൾവ് ചെയ്തു. താൽക്കാലികമായി ആ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? ഫ്രാൻസ് എഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. ഫ്രാൻസിന്റെ കൈവശം ഉണ്ടായിരുന്ന ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന പ്രദേശം ആർക്ക് നൽകാം? ജർമ്മനിക്ക് നൽകാം. പകരം ആൻഡ് ജർമ്മനി എഗ്രീഡ് ടു കൺസീഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. എന്ത് ചെയ്യാം? ഫ്രാൻസ് ഈ പ്രശ്നം എങ്ങനെയാ ജർമ്മനിക്ക് ആ ഫ്രഞ്ച് കോങ്കോ നൽകിക്കൊണ്ട് ഏത് തിരിച്ചു കിട്ടി? മൊറോക്കോ ആർക്ക് തന്നെ കിട്ടി? ഫ്രാൻസിന് കിട്ടുകയും ചെയ്തു. ഒരു ഏരിയ ഫ്രാൻസിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന പ്രദേശം ആർക്ക് നൽകി? ജർമ്മനിക്ക് നൽകിക്കൊണ്ട് ടെമ്പററി ആയിട്ട് ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ however their rivalry continued. എന്ത് ചെയ്തു? ആ റൈവലറി, ആ ശത്രുത എന്ത് ചെയ്യാൻ തുടങ്ങി? വർദ്ധിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആഗ്രഹിച്ച് മോഹിച്ച സ്ഥലം കിട്ടിയില്ല. പകരമാണ് എന്ത് കൊടുത്തത്? ഫ്രാൻസ് ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന പ്രോവിൻസ് ആർക്ക് കൊടുത്തത്? ജർമ്മനിക്ക് നൽകിയത്. അപ്പൊ അതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് മാറി. നെക്സ്റ്റ് പ്രോബ്ലം ഏതാ? അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് അടുത്ത 1912 ബാൽക്കൻ ക്രൈസിസ് ഉണ്ടാകുന്നത്. ഇതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബാൽക്കൻ ക്രൈസിസ്. എന്താ? ദ ബാൽക്കൻ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ടു ദി ഏജിയൻ സീ ആൻഡ് ദി ബ്ലാക്ക് സീ. അതായത് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപമായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബാൽക്കൻ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താ അവിടുത്തെ പ്രശ്നം? ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദി ഓട്ടോമൻ എംപയർ. ഈ ബാൽക്കൻ എന്ന് പറയുന്നത് ഏതിന്റെ പാർട്ടാണ്? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതാ? ഓട്ടോമൻ സാമ്രാജ്യം. ഓട്ടോമൻ എംപയറിന്റെ ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ഈ ബാൽക്കൻ റീജിയൻ എന്ന് പറയുന്നത്. ഇൻ 1912 ബാൽക്കൻ ലീഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻ ആണ്. അതിലെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗ്രീസ് ആണ്. ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ. ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ. അപ്പോ ഇൻ 1912 ബാൽക്കൻ ലീഗ്, ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ ഡിഫീറ്റഡ് ടർക്കി. ആര്? തുർക്കിയെ പരാജയപ്പെടുത്തി. ഇവരെല്ലാം കൂടി ചേർന്ന് ഈ ബാൽക്കൻ സഖ്യം സെർബിയയും ഗ്രീസും മോണ്ടിനെഗ്രോയും ബൾഗേറിയയും കൂടെ ചേർന്ന് ആരെ പരാജയപ്പെടുത്തി? തുർക്കിയെ പരാജയപ്പെടുത്തി. എന്ന് 1912. However, the conflict among the allied nations is sharing the benefit of war led to the breakup of the league and resulted in wars among them. അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ കീഴ്പ്പെടുത്തിയ സമയത്ത് ഈ ബാൽക്കൻ റീജിയൻ കൈവശപ്പെടുത്താനുള്ള, കാരണം ഇതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തെടുക്കണം. ഈ ബാൽക്കൻ ഈ തുർക്കിയെ എന്ത് ചെയ്യണം? അവർക്ക് എന്ത് ചെയ്യണം? ഇത് ആ സമയത്ത് എന്ത് ചെയ്തു? However, the conflict among the allied nation in sharing the benefits of war. അല്ലെ? കാരണം എന്ത് ചെയ്യണം? ആ ബെനിഫിറ്റുകൾ. അപ്പോ സംഭവിച്ചത് എന്താ? ബാൽക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. അപ്പൊ യുദ്ധത്തിന്റെ ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇവർക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ബാൽക്കൻ സഖ്യത്തിന്റെ കീഴിൽ കൺട്രോളിലായി ഏത് ഏരിയ? തുർക്കി, ടർക്കിഷ് എംപയർ, ഓട്ടോമൻ എംപയർ അല്ലെങ്കിൽ ടർക്കിഷ് എംപയർ. ആരുടെ കൺട്രോളാണ്? ബാൽക്കൻ. അപ്പൊ ബാൽക്കൻ എന്ന് പറയുന്നത് ആരൊക്കെയുണ്ട്? ഗ്രീസ് ഉണ്ട്, മോണ്ടിനെഗ്രോ ഉണ്ട്, സെർബിയ ഉണ്ട്, ബൾഗേറിയ ഉണ്ട്. അപ്പൊ ഈ നേഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയി. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടി? ഈ വാറിന്റെ ബെനിഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ. ഇതെന്തായിട്ട് മാറി? ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് മാറി. ഇതെത്തി ജയിച്ചു, തുർക്കിയെ പരാജയപ്പെടുത്തി, തുർക്കി അവരുടെ കൈവശമായി. അപ്പൊ ഇത് കിട്ടിയ നേട്ടം പങ്കുവയ്ക്കാൻ എന്ത് ചെയ്തു? ഈ ബാൽക്കൻ റീജിയൻസ് തമ്മിൽ എന്തായി? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇത് ഒരു ഇന്റർനാഷണൽ ക്രൈസിസ് ആയിട്ട് മാറി. ഇതാണ് ഫസ്റ്റ് വേൾഡ് വാറിലുണ്ടായ ഒരു ഇന്റർനാഷണൽ ക്രൈസിസ്, ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ഓർ ഇന്റർനാഷണൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ഏതൊക്കെ? മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൽക്കൻ ക്രൈസിസ്. അപ്പൊ ഇതെന്ത് ചെയ്തു? ഈ
ട്രിപ്പിൾ അലയൻസസിലെയും ട്രിപ്പിൾ എന്റന്റയിലെയും നേഷൻസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. മാത്രമല്ല ബാൾക്കൻ, ഇതിന്റെ ബാക്കി കൂടി കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ ഓസ്ട്രിയ ലെഡ് ഇറ്റ്സ് ക്ലൈം ഓവർ ദി ബാൾക്കൻ റീജിയൻ വിത്ത് ദി സപ്പോർട്ട് ഓഫ് ജർമ്മനി. എന്ത് ചെയ്തു? ആസ്ട്രിയ എന്ത് ചെയ്തു? ആസ്ട്രിയ ഹംഗറിയിലെ ആസ്ട്രിയ ഈ ബാൾക്കൻ റീജിയൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആരുടെ സപ്പോർട്ടിൽ? ജർമ്മനിയുടെ സപ്പോർട്ടിൽ മുന്നോട്ട് വന്നു. സെർബിയ ക്ലൈംഡ്, സെർബിയ നമ്മൾ പറഞ്ഞു ബാൾക്കൻ റീജിയനിലുള്ള ഏരിയ ആണ് സെർബിയ. സെർബിയ ക്ലൈം ദ റീജിയൻ വിത്ത് ദി സപ്പോർട്ട് ഓഫ് റഷ്യ. അപ്പൊ എന്ത് ചെയ്തു? ബാൾക്കൻ റീജിയൻ ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ബാൾക്കൻ റീജിയനിലാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ടർക്കിഷ് എംപയറിനെ അവർ ക്യാപ്ചർ ചെയ്തു. അതിൽ എന്ത് ചെയ്യുന്നു? ബെനിഫിറ്റുകൾക്ക് വേണ്ടി അടിയായത് ആരൊക്കെ തമ്മിൽ? ഗ്രീസും ബൾഗേറിയയും സെർബിയൊക്കെ തമ്മിൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഫസ്റ്റിൽ ഈ ബാൾക്കൻ റീജിയനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആര് ശ്രമിക്കുകയാണ്? ഓസ്ട്രിയ ശ്രമിക്കുകയാണ്. അപ്പൊ ഓസ്ട്രിയ ആര് സപ്പോർട്ട് ചെയ്തു? ജർമ്മനി സപ്പോർട്ട് ചെയ്തു. അതർ സൈഡിൽ സെർബിയ വന്നു. ബാൾക്കൻ റീജിയനിലുള്ള ഒരു നേഷനാണ് സെർബിയ. ആ സെർബിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് വന്നു? റഷ്യ വന്നു. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് വായി. അപ്പോ ബാൾക്കൻ പ്രോവിൻസസിന് വേണ്ടി ഇത് ചെയ്തു. ബാൾക്കൻ റീജിയന്റെ ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നു? അതിന് ക്ലൈം വെച്ചത് ആരാ? ഓസ്ട്രിയ അല്ലെ? കാരണം ബാൾക്കൻ റീജിയനിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആദ്യം വരുന്നത് ഓസ്ട്രിയ. ഓസ്ട്രിയയെ സപ്പോർട്ട് ചെയ്തു ജർമ്മനി. രണ്ടാമത് ആര്? ഇത് ബാൾക്കൻ റീജിയനിലുള്ള ഒരു നേഷനാണ് ഏത്? സെർബിയ. മറക്കണ്ട, സെർബിയ. സെർബിയ ഈ സെർബിയയെ ആര് സപ്പോർട്ട് ചെയ്തു? റഷ്യ സപ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ്, ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്താണ് മറ്റൊരു പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്തായിരുന്നു പ്രോബ്ലം? എ സെർബിയൻ യൂത്ത് ഗാവ്ലോ പ്രിൻസപ്പ് അസാസിനേറ്റഡ് Francis Ferdinand and heir the throne of Austria at the Bosnian capital Sarajevo in July 1914. 1914 ജൂൺ മാസത്തിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെയും പത്നിയെയും എന്ത് ചെയ്തു? ഒരു സെർബിയൻ യുവാവായ ആര്? ഗ്യാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു. എവിടെ വെച്ച്? ബോസ്നിയൻ തലസ്ഥാനമായ സെരാജോയിൽ വെച്ച്. മനസ്സിലായ? കൊന്നതാരാണെന്ന് ഓർമ്മിക്കുക. ആരാ? സെർബിയൻ യുവാവ്. സെർബിയൻ യുവാവാണ് കൊന്നത്. കൊല്ലപ്പെട്ടത് ആരാ? ഓസ്ട്രിയൻ കിരീടാവകാശി. ഇവിടെ രണ്ട് ഗ്രൂപ്പിൽ ശ്രദ്ധിക്കണം. ട്രിപ്പിൾ അലയൻസസിലാണ് ഓസ്ട്രിയ. ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡും പത്നിയുമാണ് കൊല്ലപ്പെട്ടത്. എവിടെ? ബോസ്നിയൻ തലസ്ഥാനമായ സെരാജോയിൽ വെച്ച്. കൊന്നതാര്? ഒരു സെർബിയൻ യുവാവ്. മനസ്സിലായല്ലേ? സെർബിയയെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? റഷ്യ. അപ്പൊ ആ ഒരു സെർബിയൻ യുവാവാണ് ആരെ കൊല്ലുന്നത്? ഓസ്ട്രിയൻ കിരീടാവകാശിയെ കൊല്ലുന്നത്. അപ്പോ ആലോചിക്കുക, 1 by 1 ആയി ഇന്റർനാഷണൽ ഇഷ്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് നിസ്സാര കേസുകൾക്ക് പോലും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു പൊളിറ്റിക്കൽ റൈവലറി ഉണ്ടാവുകയാണ്, ഒരു ഇന്റർനാഷണൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. കാരണം ഒരു വാറിന്റെ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു വന്നു. ഈ സമയം എന്ത് ചെയ്തു? ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ 28 ജൂലൈ 1914. ഓസ്ട്രിയ എന്ത് ചെയ്തു? സെർബിയയുടെ മേൽ ആ ഉത്തരവാദിത്തം കെട്ടിവെക്കുക മാത്രമല്ല, ഓസ്ട്രിയ സെർബിയയുടെ മേൽ എന്ത് ചെയ്തു? യുദ്ധം. ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ മാസം 28 യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം ഓസ്ട്രിയൻ കിരീടാവകാശി കൊല്ലപ്പെട്ടു, അതിന് ഉത്തരവാദി സെർബിയ. അങ്ങനെ വെച്ചുകൊണ്ടാണ് ഓസ്ട്രിയ എന്ത് ചെയ്ത്? സെർബിയയുടെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ജൂലൈ മാസം 28 യുദ്ധം പ്രഖ്യാപിച്ചു. The Allied rushed to help the Allies. അല്ലെ? കാരണം എന്താ? ഓസ്ട്രിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ട്രിപ്പിൾ അലയൻസസ് രംഗത്ത് വന്നു. സെർബിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് രംഗത്ത് വന്നു? ട്രിപ്പിൾ എന്റന്റെയും രംഗത്ത് വന്നു. അപ്പൊ ഇതെന്തായിട്ട് മാറി? ഒരു ഇന്റർനാഷണൽ വാറായി മാറി. മാത്രമല്ല ഈ സമയത്ത് എന്ത് ചെയ്തു? ഓൾമോസ്റ്റ് ഓൾ ദി നേഷൻ ഓഫ് ദി വേൾഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അല്ലെ? വേൾഡിൽ ഉണ്ടാകുന്ന എല്ലാ നേഷൻസും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്ത് ചെയ്തു? ഈ ഇന്റർനാഷണൽ ക്രൈസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? Therefore this war is known as the First World War. അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1914 ആരംഭിച്ച് 18 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം എന്ന് ഇതിനെ അറിയപ്പെടാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സെർബിയയും
ഓസ്ട്രിയയും തമ്മിലുള്ള ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഒരു ഏറ്റവും സഡൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായില്ലേ? ഓസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആണ് എന്തായിട്ട് മാറുന്നത്? ഒരു ഇന്റർനാഷണൽ വാർ ആയിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? അത് ട്രിപ്പിൾ അലയൻസസും ട്രിപ്പിൾ എൻഡന്റെയും ആയിട്ട് എന്ത് ചെയ്തു? അത് അലൈഡ് പവേഴ്സും അലൈഡ് നേഷൻസും തമ്മിലുള്ള ഒരു എന്ത് ചെയ്തു? കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നു. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ, നേരിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും എന്ത് ചെയ്തു? ഈ അന്താരാഷ്ട്ര തർക്കത്തിൽ ഇടപെടുകയും അത് എന്തായിട്ട് മാറുകയും ചെയ്തു? ഒരു യുദ്ധമായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? therefore this war was known as first world war. അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ എന്ത് ചെയ്യുന്നത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ മനസ്സിലായോ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണം? ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. ഇതിലെല്ലാം ഇതുപോലെയൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഇതിലെങ്കിലും പാർട്ടുകൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 military alliances, ട്രിപ്പിൾ അലയൻസസ് ആൻഡ് ട്രിപ്പിൾ എൻഡന്റ്. മനസ്സിലായോ? 3 നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ്, അഗ്രസീവ് മൂവ്മെന്റ്സ്. ഏതൊക്കെ? പാൻസ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്, ഫസ്റ്റ് വേൾഡ് വാറിന് കാരണമായ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്, സാമ്രാജ്യത്വ പ്രതിസന്ധി. ഏതൊക്കെ? മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൾക്കൻ ക്രൈസിസ്. ആൻഡ് ഫൈനലി ദ സഡൻ ഇഷ്യൂ ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു സഡൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഓസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള ആ ഇഷ്യൂ ആണ്. പിടികിട്ടിയോ? അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ മനസ്സിലായോ? ഇനി യുദ്ധത്തിന്റെ ഫലങ്ങൾ, ദ റിസൾട്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നിങ്ങൾ കാണാതെ ഓർമ്മിച്ചു വെക്കുക. ദ ഫസ്റ്റ് വേൾഡ് വാർ വാസ് എൻഡഡ് ഇൻ 1918. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത്. അല്ലെ? ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ആണ് ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായത്. മനസ്സിലായല്ലേ? ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ആണ്, ഒരു വലിയൊരു പരിണിത ഫലം അവിടെ ഉണ്ടായി. എന്തൊക്കെയാ? നമ്പർ 1, over 10 million people lost their lives or were injured in the war. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവഹാനി സംഭവിച്ചു. അല്ലെ? അവർക്ക് എന്ത് ചെയ്തു? പരിക്കേൽക്കുകയും ചെയ്തു. അല്ലെ? 10 ദശലക്ഷം ജനങ്ങൾ അതിൽ ജീവഹാനി നേരിട്ടു. അല്ലെ? ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് റഷ്യക്കാണ്. മാത്രമല്ല എന്ത് ചെയ്തു? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം വേർ ഡെസ്ട്രോയിഡ്. കാർഷിക മേഖല തകർന്നു. അല്ലെ? വ്യവസായ മേഖല തകർന്നു. വാർത്താവിനിമയ മേഖല തകർന്നു. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ഇൻക്രീസ്, ദാരിദ്ര്യം, തൊഴിലായ്മ, നാണയപ്പെരുപ്പം ഉണ്ടായി. എക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. അല്ലെ? അതോടുകൂടി എന്ത് ചെയ്യുന്നു? യൂറോപ്പാണ് ഇതിന്റെ എല്ലാം കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. യൂറോപ്പിന്റെ ആ ഇക്കണോമിക് ഡോമിനൻസ് എന്ത് ചെയ്തു? ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങി. ഇല്ലാതാവാൻ തുടങ്ങി. ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്യാൻ തുടങ്ങി? വിമോചന പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങി 1918 ശേഷം. മാത്രമല്ല ഇറ്റ് ബിഡ് ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദി വേൾഡ് പീസ് ലീഗ് ഓഫ് നേഷൻ വാസ് ഫോംഡ്. കാരണം എന്താ? ഒരു വേൾഡിൽ ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ഉണ്ടായി. ഫസ്റ്റ് വേൾഡ് വാറിന്റെ ക്രൈസിസ് എന്ന് പറയുന്നത്, ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരുന്നു. എക്കണോമിക് സെക്ടർ, പൊളിറ്റിക്കൽ സെക്ടർ എല്ലാം ഡിക്ലൈൻ ചെയ്യുന്നു. കാരണം വേൾഡിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ബേസ് എന്ന് പറയുന്നത് യൂറോപ്പായിരുന്നു. ആ യൂറോപ്പിന്റെ ഇക്കണോമിക് സ്ട്രക്ചർ തന്നെ ഡിക്ലൈൻ ചെയ്തു. യൂറോപ്യൻ നേഷൻസ് 1 by 1 ആയി എക്കണോമിക്കലി കൊളാപ്സ്ഡായി. സാമ്പത്തികമായി തകരാൻ തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ. അല്ലെ? പോവർട്ടി ഉണ്ടായി, ദാരിദ്ര്യം ഉണ്ടായി, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലായ്മ ഉണ്ടായി, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ കോൺസിക്വൻസസിനെ, അല്ലെങ്കിൽ ഇനിയൊരു വേൾഡ് വാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ ഫസ്റ്റ് വേൾഡ് വാറിൽ തന്നെ എന്ത് ചെയ്തു? അതിൽ വിജയിച്ച രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ബ്രിട്ടനും ഫ്രാൻസ്, റഷ്യയും, അവരൊക്കെ തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? വേൾഡ് പീസിന് വേണ്ടി ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ദിസ് ഓർഗനൈസേഷൻ വാസ് നോൺ ഓഫ് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് എന്നാണ് ആ ഓർഗനൈസേഷന് പറയുന്ന പേര്. അപ്പോൾ ആ ഫസ്റ്റ് വേൾഡ് വാറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രമാത്രം. അപ്പൊ അത് ശ്രദ്ധിക്കാതെ പഠിച്ചു വെച്ചോളാം. ഒരു 5-6 പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തൊക്കെ? over 10 million people lost their lives or injured. അല്ലെ? 10 ദശലക്ഷം ജനങ്ങൾ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും കാർഷിക മേഖലയും വ്യാവസായിക മേഖല, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം
നശിച്ചു. അതുപോലെ തന്നെ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷനും ഉണ്ടായി. എക്കണോമിക് ഡോമിനൻസ്, യൂറോപ്പിന്റെ എക്കണോമിക് ഡോമിനൻസ്, യൂറോപ്പിന്റെ സാമ്പത്തിക അപ്രമാദിത്വം തകർന്നടിയാൻ തുടങ്ങി. ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു, ലിബറേഷൻ മൂവ്മെന്റ്സുകൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പീസ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ഒരു പീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ഒരു ഇന്റർനാഷണൽ ബേസിൽ എന്ത് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ഇറ്റ്സ് ഓർഗനൈസേഷൻ വാസ് നോൺ ആസ് ലീഗ് ഓഫ് നേഷൻസ്. അതായത് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് നിങ്ങളുടെ പറയാനുള്ളത്. അപ്പൊ ഇത് ഇത്രയും വ്യക്തമായി വായിച്ചു നോക്കണം. ഒരുപാട് കാട് കയറിയൊന്നും പഠിക്കണ്ട, വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റണം. മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഏതാ, ഫസ്റ്റ് വേൾഡ് വാറും അതിന്റെ കോസസും അതിന്റെ റിസൾട്ടുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ലാസ്റ്റ് പഠിച്ചത് റിസൾട്ട്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് അതിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഒരു പോയിന്റ് ഉണ്ട്. എന്താ, അതിന്റെ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദി വേൾഡ്, ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. എന്താ, ഒരു സമാധാനം നിലനിർത്താൻ വേണ്ടി, ലോക സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു അന്താരാഷ്ട്ര സംഘടന എന്നുള്ള രീതിയിൽ ഏത് സംഘടനയ്ക്ക് രൂപം കൊടുത്തു? ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാജ്യ സഖ്യം. അതിന്റെ മലയാളമാണ് സർവ്വരാജ്യ സഖ്യം. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അപ്പൊ ഇതിൽ വേൾഡ് വാർ കഴിഞ്ഞിട്ടുണ്ടായ ഒരു പീസ് എഫേർട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്, പരീക്ഷയ്ക്ക് മുമ്പ് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ, ദ ട്രീറ്റി ഓഫ് വേഴ്സാലിസ് വാസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി ബെഗനൻസ് അഗെയിൻസ്റ്റ് ദി ഡിഫീറ്റഡ് നേഷൻ. ഡിസ്കസ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ വിജയിച്ചതെന്ന് പറയുന്നത് ആരാ? അവിടെ സ്ട്രോങ് പാർട്ട് എന്ന് പറയും, വിജയിച്ച രാജ്യങ്ങൾ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രിപ്പിൾ എൻഡന്റയിലുള്ള നേഷൻസ്. ട്രിപ്പിൾ എൻഡന്റ് എന്ന് പറയുന്ന ആരൊക്കെ? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ആ ഗ്രൂപ്പാണ് സക്സസ് ഗ്രൂപ്പ് എന്ന് പറയും. ലാസ്റ്റ് ടൈമിൽ ഒരു വാറിന്റെ ഫൈനൽ സ്റ്റേജിൽ ഇറ്റലി എന്ന് പറയുന്ന നേഷൻ ഈ ട്രിപ്പിൾ എൻഡന്റയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഒരു ഗ്രൂപ്പിൽ നിന്ന് ചാടി മറു ഗ്രൂപ്പിലേക്ക് വന്നു. അവിടെ ജർമ്മനിയാണ് പൂർണ്ണമായും പരാജയപ്പെട്ടത്. മനസ്സിലായില്ലേ? ജർമ്മനി എന്ന് പറയുന്ന രാജ്യമാണ് പൂർണ്ണമായും ഒന്നാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞു പോയത്. നാശനഷ്ടങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടായി. രണ്ട് പാർട്ടിലും അതിന്റെ കോൺസിക്വൻസസ്, റിസൾട്ട് ഉണ്ടായി. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, കൂടുതൽ റഷ്യ എന്ന് പറയുന്ന നേഷനാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, നാശനഷ്ടമാണ്. പരാജയപ്പെട്ടത് ആരാണ്? ജർമ്മനിയാണ്. ഇറ്റലി എന്ന് പറയുന്ന നേഷൻ എന്ത് ചെയ്തു, ഫൈനൽ സ്റ്റേജിൽ കാലുമാറി. ആരോടൊപ്പം വന്നു? നമ്മുടെ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ആ ടീമിനോടൊപ്പം. അപ്പൊ ഇനി ആ പീസ് എഫേർട്സിൽ മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ പീസ് കോൺഫറൻസ് വാസ് കൺവെൻഷൻ അറ്റ് പാരീസ് ഇൻ 1919. എന്തിനു വേണ്ടി? 1919 ഒരു പാരീസ് കോൺഫറൻസ്, സമാധാന സമയം. എന്തിനു വേണ്ടിയാ? പോസ്റ്റ് വാർ സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ആരൊക്കെ? നമുക്ക് തന്നെ അറിയാം അല്ലെ, വിജയിച്ച പ്രധാനപ്പെട്ട കക്ഷികൾ ആരൊക്കെ? ബ്രിട്ടൻ, ഫ്രാൻസ്. മേജറായിട്ട് ആരൊക്കെ? ബ്രിട്ടനും ഫ്രാൻസ്. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 ഈ വിജയിച്ച രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പാരീസിൽ ഒരു സമാധാന യോഗം ചേർന്നു. എന്തിനു വേണ്ടി? ഡിസ്കസ് ദി പോസ്റ്റ് വാർ സിറ്റുവേഷൻ. യുദ്ധാനന്തരമുള്ള ലോക സാഹചര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 1919 എന്ത് ചെയ്തത്? ഒരു സമാധാന സമ്മേളനം ചേർന്നു. ഈ പാരീസ് കോൺഫറൻസിൽ വെച്ച് എന്ത് ചെയ്തു? ദേ സൈൻ ഡിഫറെന്റ് ട്രീറ്റീസ് with the defeated nations among these
അല്ലെ ഡിഫീറ്റഡ് നേഷൻസിന് മേൽ എന്ത് ചെയ്തു? നിരവധി ട്രീറ്റീസ് സൈൻ ചെയ്തു, നിരവധി ഉടമ്പടികൾ ഒപ്പുവെച്ചു. ആരൊക്കെ ചേർന്ന്? അലയി ബ്രിട്ടനും ഫ്രാൻസും. ബ്രിട്ടനും ഫ്രാൻസും ഏതാ? വിന്നിങ് അലൈസ് ആണ്, വിജയിച്ച രാജ്യങ്ങളാണ്. ആരൊക്കെ ഞാൻ പറഞ്ഞു? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, പിന്നെ ആരും അവരോടൊപ്പം ഉണ്ടായി? ഇറ്റലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടനും ഫ്രാൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അലൈഡ് നേഷൻസ്. അപ്പോൾ നമ്മൾ 1990 പാരീസ് കോൺഫറൻസിലെ പീസ് എഫേർട്സിൽ ഉണ്ടായ ഒരു മേജർ ട്രീറ്റി ആയിരുന്നു ഏത്? വേഴ്സാലീസ് ട്രീറ്റി, വേഴ്സായ് ഉടമ്പടി. അപ്പോൾ ഈ വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ആരൊക്കെ? വിന്നിങ് അലൈസ്. വിന്നിങ് അലൈസ് ആരൊക്കെയായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും. ബ്രിട്ടൻ ഫ്രാൻസും ഉൾപ്പെടുന്ന വില്ലിംഗ് അലയൻസ് ആണ് 1990 വേഴ്സായ്സ് ട്രീറ്റി എന്ത് ചെയ്തത്? സൈൻ ചെയ്തത്. അപ്പോൾ ഈ വേഴ്സായ്സ് ട്രീറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അതെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ വേഴ്സായ് ട്രീറ്റിയുടെ മെയിൻ കണ്ടന്റ് പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞു വന്നത് ക്വസ്റ്റ്യനെ കുറിച്ചാണ്, അല്ലെ? ദ ട്രീറ്റി ഓഫ് വേഴ്സായ്സ് വാസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി വെഗനൻസ് അഗൈൻസ്റ്റ് ദി ഡിഫീറ്റഡ് നേഷൻസ്. ഡിസ്കസ്. പരാജിതരുടെ മേൽ ഏറ്റവും കൂടുതൽ ആഘാതങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു എഗ്രിമെന്റ്, ഒരു ഉടമ്പടി ആയിരുന്നു ഏത്? വേഴ്സായ് ഉടമ്പടി. ചർച്ച ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് സത്യമാണ്. കാരണം എന്താ? പീസ് കോൺഫറൻസ് 1990 പീസ് കോൺഫറൻസിൽ വിന്നിങ് അലയൻസ് ആണ് എന്ത് ചെയ്തത്? ആ പീസ് കോൺഫറൻസ് ഫോം ചെയ്തത്. അപ്പൊ ആ പീസ് കോൺഫറൻസിൽ അവരെ ഡിസ്കസ് ചെയ്ത് എന്താ? പോസ്റ്റ് വാർ സിറ്റുവേഷൻ ആണ്, യുദ്ധാനന്തരമുള്ള ലോക സാഹചര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പാരീസ് കോൺഫറൻസിൽ ഉണ്ടായത്. അപ്പൊ അതിൽ വെച്ച് എന്ത് ചെയ്തു? എന്താ ചെയ്തത്? ദേ സൈൻ ഡിഫറെന്റ് ട്രീറ്റീസ് വിത്ത് ദി ഡിഫീറ്റഡ് നേഷൻസ്. പരാജിതരെ കൊണ്ട് നിരവധി കരാറുകൾ അവിടെ ഒപ്പുവെച്ചു. Among these treaties, the Versailles treaties signed the Germany in 1919 was the important one. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു 1919 വേഴ്സായ് ഉടമ്പടി. ആരെ കൊണ്ട് ഒപ്പുവെച്ച? ജർമ്മനിയെ കൊണ്ട് ഒപ്പുവെച്ച വേഴ്സായ് ഉടമ്പടി. 1919 വേഴ്സായ് ഉടമ്പടിയായിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ എന്തായിരുന്നു ഈ ട്രീറ്റിയുടെ കണ്ടന്റ്? അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ഏത് ട്രീറ്റി? വേഴ്സായ്സ് ട്രീറ്റി, ജർമ്മൻ കോളനി വെയർ ഡിവൈഡഡ് എമംഗ് ദി വിക്ടോറിയസ് പവേഴ്സ്. അപ്പോ ജർമ്മനിക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ ആഘാതം, അല്ലെ? ജർമ്മനി ഇവരാണ് അലൈഡ് പവേഴ്സ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ജർമ്മൻ കോളനീസ് were divided among the victorious powers. ജർമ്മനിയുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന കോളനീസ് കംപ്ലീറ്റ് ആര് ഡിവൈഡ് ചെയ്തെടുത്തു? ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടുന്ന വിക്ടോറിയസ് പവേഴ്സ്, വിജയിച്ച രാജ്യങ്ങൾ. And Germany was forced to pay a huge amount as war indemnity. മാത്രമല്ല യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായി നല്ലൊരു തുക ജർമ്മനിയിൽ നിന്ന് ആര് എഴുതി വാങ്ങുകയും ചെയ്തു? ബ്രിട്ടനും ഫ്രാൻസ്. യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ജർമ്മനി. പരാജയപ്പെട്ട ജർമ്മനിയുടെ മേൽ തന്നെ കൂടുതൽ ആഘാതം ഏൽപ്പിക്കുന്ന രീതിയിലാണ് ബ്രിട്ടനും ഫ്രാൻസും ഏത് ട്രീറ്റി സൈൻ ചെയ്തത്? വേഴ്സായ്സ് ട്രീറ്റി. ആരെ കൊണ്ട്? ജർമ്മനിയെ കൊണ്ട്. അപ്പൊ ആ ട്രീറ്റിയുടെ ബേസിലാണ് ജർമ്മൻ കൺട്രോൾ ഉണ്ടായിരുന്ന കോളനീസ് കംപ്ലീറ്റ് ആര് ഡിവൈഡ് ചെയ്തെടുത്തു? ബ്രിട്ടനും ഫ്രാൻസും. മാത്രമല്ല എന്ത് ചെയ്തു? ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡംനിറ്റി. എന്ത് ചെയ്തു? ആ ഇൻഡംനിറ്റി എന്താ? നഷ്ടപരിഹാരമായി നല്ലൊരു തുക ജർമ്മനിയിൽ നിന്നവർ ജർമ്മനിയുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. യുദ്ധത്തിലുണ്ടായ നഷ്ടം മുഴുവൻ ജർമ്മനിയുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. മാത്രമല്ല ദ അലൈസ് occupied the rich mines of Germany. എന്ത് ചെയ്തു? ജർമ്മനിയുടെ കൈവശമുണ്ടായിരുന്ന റിച്ച് മൈനുകൾ അറിയാമോ? ഖനികൾ, പണം
ഏറ്റവും കൂടുതൽ ജർമ്മനിക്ക് ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ജർമ്മനിയുടെ സമ്പത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്നതാണ് മൈൻസ്. ഈ റിച്ച് മൈൻസ് എല്ലാം ആര് ഓക്കുപൈ ചെയ്തു? അലൈഡ് പവേഴ്സ് ഓക്കുപൈ ചെയ്തു. വെച്ചാൽ ട്രിപ്പിൾ എൻഡന്റെ ആണ് ഇപ്പോൾ അലൈഡ് പവേഴ്സ് എന്നറിയപ്പെടുന്നത്. ട്രിപ്പിൾ എൻഡന്റെ എന്ന് പറയാൻ പറ്റില്ല. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും മാത്രമല്ല, ഇറ്റലി ഉണ്ട്. പിന്നെ എന്താ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വേൾഡിൽ അതർ നേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് അലൈഡ് പവേഴ്സ് ആയിട്ട് മാറി. അപ്പൊ എന്ത് ചെയ്തു? ഈ അലൈസ് എന്ത് ചെയ്തു? ഓക്കുപൈ ദി റിച്ച് മൈൻഡ്സ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ കൈവശം ഉണ്ടായിരുന്ന റിച്ച് മൈൻഡ്സ് എല്ലാം ആര് ഓക്കുപൈ ചെയ്തു? അലൈസ് ഓക്കുപൈ ചെയ്തു. Above all, war guilt was imposed on Germany. അല്ലെ, യുദ്ധത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ജർമ്മനിയുടെ തലയിൽ കെട്ടിവെക്കുക മാത്രമല്ല, നേരത്തെ നല്ലൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ യുദ്ധത്തിന്റെ മുഴുവൻ എന്ത് ചെയ്തു? ഉത്തരവാദിത്വം ജർമ്മനിയുടെ തലയിൽ കെട്ടിവെക്കുക മാത്രമല്ല, എന്ത് ചെയ്തു? ആൻഡ് വാസ് ഡിസാം ചെയ്യുക, നിരായുധീകരിക്കുക. യുദ്ധത്തിന് എന്ത് ചെയ്തു? കൂടുതൽ യുദ്ധോപകരണങ്ങൾക്കും എന്ത് ചെയ്യുന്നു? വാർ വെപ്പൺസ് അറിയാലോ, വെപ്പൺസും അതിന്റെ മാനുഫാക്ചറിങ്ങും അതിന്റെ യൂസും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഡിസാം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ജർമ്മനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യുദ്ധോപകരണങ്ങൾ വാരിക്കൂട്ടുവാനോ ഉൽപ്പാദിപ്പിക്കുവാനോ കൂടുതലായി ഉപയോഗിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ജർമ്മനിയെ കൊണ്ട് എന്ത് ചെയ്തു? ഈ അലൈഡ് പവേഴ്സ് എന്ത് ചെയ്തു? എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഇപ്പൊ മനസ്സിലായോ? പരാജയപ്പെട്ട ജർമ്മനിയുടെ തോളിൽ കൂടുതൽ ആഘാതം ഏൽപ്പിക്കുന്ന രീതിയിലായിരുന്നു 1919 ഈ വിക്ടോറിയസ് പവേഴ്സ് ജർമ്മനിയെ കൊണ്ട് ഒപ്പുവെടിയിപ്പിച്ച ഏത് ഉടമ്പടി? 1919 വേഴ്സാലിസ് ട്രീറ്റി, അതായത് വേഴ്സായി ഉടമ്പടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വേഴ്സായി ഉടമ്പടി 1919 പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചോളാം, കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ 1990 പാരീസ് കോൺഫറൻസിൽ വെച്ചാണ് പീസ് എഫേർട്സ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെ, അത് ആരാണ് അത് കോർഡിനേറ്റ് ചെയ്തത്? വിക്ടോറിയസ് പവേഴ്സ്. ആരെ? അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ആ പാരീസ് കോൺഫറൻസിൽ സൈൻ ചെയ്ത ഒരു മേജർ ട്രീറ്റിയാണ് 1990 വേഴ്സായിസ് ട്രീറ്റി. ആ ട്രീറ്റിയിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയെ കൊണ്ടാണ് ആ ട്രീറ്റി സൈൻ ചെയ്യിപ്പിച്ചത്. എന്തായിരുന്നു ആ ട്രീറ്റിയുടെ മേജർ കണ്ടന്റ്? അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, German colonies were divided among the victorious powers. ജർമ്മനിയുടെ കൈവശം ഉണ്ടായിരുന്ന കോളനികളെല്ലാം ആര് ഡിവൈഡ് ചെയ്തെടുത്തു? വിക്ടോറിയസ് പവേഴ്സ് ഡിവൈഡ് ചെയ്തെടുത്തു. പിന്നെ എന്ത് ചെയ്തു? ആൻഡ് ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് വാസ് വാർ ഇൻഡംനിറ്റി. എന്ത് ചെയ്തു? നല്ലൊരു തുക നഷ്ടപരിഹാരമായി ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു. മാത്രമല്ല, അലൈസ് ഓക്കുപൈഡ് ദി റിച്ച് മൈൻഡ്സ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ കൈവശം ഉണ്ടായിരുന്ന റിച്ച് മൈൻഡ്സ്, അല്ലെ, ഫലഭൂഷ്ടമായ നല്ല കനികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആര് കൈയടക്കി? അലൈഡ് പവേഴ്സ് കൈയടക്കി. പിന്നെ എന്ത് ചെയ്തു? Above all, war guilt was imposed on Germany. യുദ്ധത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു. ആൻഡ് വാസ് ഡിസാംബ്ഡ്. ജർമ്മനി എന്ത് ചെയ്യുകയും ചെയ്തു? നിരായുധീകരിക്കുകയും ചെയ്തു. പിടികിട്ടിയോ? അപ്പോൾ പരീക്ഷയെ പഠിച്ചോളാം. ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വേഴ്സായി ട്രീറ്റിയെ കുറിച്ച്, വേഴ്സായി ഉടമ്പടിയെ കുറിച്ച്. നെക്സ്റ്റ്, ഈ ഫസ്റ്റ് വേൾഡ് വാറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പാർട്ട് കൂടി നമുക്ക് പഠിക്കണം. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു നേഷൻ ഉണ്ട്. ഏതാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു നേഷൻ? USA. കേട്ടിട്ടുണ്ടാവും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എപ്പോഴും വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു നേഷനാണ് USA. അത് ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ആർക്കായിരുന്നു? അമേരിക്ക. കാരണം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഫസ്റ്റ് വേൾഡ് വാർ. അല്ലെ, 1914 മുതൽ 1918 വരെയുള്ള ഫസ്റ്റ് വേൾഡ് വാറിനെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാത്ത ഒരു നേഷനാണ് ഏത്? USA. USA ഒരു തരത്തിലും ഈ ഫസ്റ്റ് വേൾഡ് വാർ അഫക്റ്റ് ചെയ്തില്ല. കാരണം എന്താ? ഹെൻസ് ദ യൂറോപ്യൻ നേഷൻ മാനേജ്ഡ് ടു ഗെറ്റ് ലോൺ ഫ്രം ദി USA. മനസ്സിലായില്ലേ? ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിച്ചു. യൂറോപ്യൻ നേഷൻസ് എല്ലാം എക്കണോമിക്കലി കൊളാപ്സ്ഡ്, സാമ്പത്തികമായി എല്ലാം തകർന്നടിഞ്ഞു. യൂറോപ്യൻ സോവറിനിറ്റി തന്നെ ഡിമിനിഷ് ചെയ്തു. യൂറോപ്പിന്റെ പരമാധികാരം തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? തകരാൻ തുടങ്ങി.
അപ്പോൾ യൂറോപ്യൻ നേഷൻസ് 1 by 1 ആയിട്ട് എക്കണോമിക്കലി കൊളാപ്സ് ആയ സമയത്ത് എന്ത് ചെയ്തു, ഈ യൂറോപ്യൻ നേഷൻസ് എന്ത് ചെയ്തു, USA നിന്ന് ലോൺ എടുത്തു. അവരുടെ ആ എക്കണോമിക് കൊളാപ്സിനെ അല്ലെങ്കിൽ ആ എക്കണോമിക്കലായിട്ടുള്ള ആ ഡിക്ലൈനെ ഓവർകം ചെയ്യാൻ വേണ്ടി USA നിന്നാണ് എന്ത് ചെയ്തത്, ഈ യൂറോപ്യൻ നേഷൻസ് എന്ത് ചെയ്തത്, ലോൺ എടുത്തത്. അമേരിക്ക അപ്പോൾ എന്ത് സംഭവിക്കും, കോൺസിക്വന്റ്ലി അമേരിക്കൻ ഡോളർ ഓവർടുക്ക് ബ്രിട്ടീഷ് പൗണ്ട് ആസ് ദി ബേസിസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിംഗ്. അപ്പൊ എന്ത് സംഭവിച്ചു, ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിംഗിൽ അന്താരാഷ്ട്ര വിനിമയ മൂല്യത്തിൽ യൂറോപ്യൻ എന്ത് ചെയ്യുന്നു, യൂറോപ്യൻ ഡോളറിനേക്കാൾ അമേരിക്കൻ ഡോളറിന് ബ്രിട്ടീഷ് പൗണ്ടിനേക്കാൾ കൂടുതൽ മൂല്യം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം യൂറോപ്പിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. യൂറോപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുകയും യൂറോപ്യന്റെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. അപ്പൊ ബ്രിട്ടന്റെ ആ ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ബ്രിട്ടനാണ്. അവിടെ ആ ബ്രിട്ടീഷ് പൗണ്ടിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഒരു എന്ത് ചെയ്തു, ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിങ്ങിൽ ആർക്ക് ബെനിഫിറ്റ് ഉണ്ടായി, അമേരിക്കൻ ഡോളറിന് ബെനിഫിറ്റ് ഉണ്ടായി. കാരണം എന്താ, യൂറോപ്പിന്റെ എക്കണോമിക് സിസ്റ്റം ഡിമിനിഷ് ചെയ്യുക, കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ അമേരിക്കൻ ഡോളറിന് എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിങ്ങിൽ എന്തുണ്ടായി, ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റി. മനസ്സിലായല്ലേ? ആസ് എ റിസൾട്ട് the United States of America emerged as the new economic power outside Europe. ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ വേൾഡിൽ എക്കണോമിക് പവർ എന്ന് പറയുന്നത് ആരായിരുന്നു, യൂറോപ്പാണ്.